ഹലോ, ദേവീസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കുറച്ച് ദിവസം മുൻപ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഗുരുവായൂർ അമ്പലത്തിലെ തിരുവാതിരക്കളിക്ക് ഡേറ്റ് കിട്ടിയ സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവെക്കാനായിരുന്നു ആ വീഡിയോ. ഈ വീഡിയോ തിരുവാതിരക്കളിയുടെ അന്നത്തെ കുറച്ച് വിശേഷങ്ങളും സന്തോഷങ്ങളും നിങ്ങളുമായിട്ട് പങ്കുവെക്കാനായിരുന്നു. ആഗ്രഹ സാഫല്യം എന്ന് പറഞ്ഞൊരു വീഡിയോ ആയിരുന്നു ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ശരിക്കും എനിക്കിതൊരു ആഗ്രഹ സാഫല്യം തന്നെയാണ്. ഗുരുവായൂർ അമ്പലത്തിലൊരു വേദി കിട്ടുകയെന്ന് പറയുന്നത് ഒരുപാട് ആഗ്രഹിച്ചിട്ടുള്ളത് ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അത് നടക്കാൻ പോവാന്ന് അറിയുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഗുരുവായൂർ അമ്പലത്തിലെ തിരുവാതിരക്കളിയുടെ അന്ന് എല്ലാവരും കൂടി ഒരുമിച്ച് തന്നെ ഡ്രസ്സിങ് ചെയ്യണം, ഒരു വീട്ടിൽ തന്നെ എല്ലാവരും ഒത്തുകൂടണം എന്നായിരുന്നു. അത് പ്രകാരം എല്ലാവരും ഒരാളുടെ വീട് സെലക്ട് ചെയ്തിട്ട് എല്ലാവരും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് 12 മണിക്കാണ് ഞങ്ങൾക്ക് തിരുവാതിരക്കളിക്ക് ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് എല്ലാവരും ഒരുങ്ങി തുടങ്ങി. തിരുവാതിരക്കളിയുടെ ട്രഡീഷണൽ ലുക്ക് കിട്ടാൻ ഞങ്ങൾ ഒരുപാട് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഹെയർ സ്റ്റൈലിൽ സാധാരണ വട്ടത്തിൽ കെട്ടിയിട്ട് മുല്ലപ്പൂ വെച്ചിട്ടും മുടി അഴിച്ചിട്ടിട്ട് മുല്ലപ്പൂ വെച്ചിട്ടൊക്കെ നമ്മൾ ചെയ്യാറുള്ളതാണ്. ഞങ്ങളിവിടെ മുടി മെടഞ്ഞിട്ടിട്ട് മുല്ലപ്പൂ വെക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ മുല്ലപ്പൂ വെച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞങ്ങൾ 2 വീലറിലാണ് പോകാൻ പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അത് വാടിപ്പോയാലും നല്ല വെയിലാണല്ലോ, ഗുരുവായൂർ ചെന്നിട്ട് നമുക്ക് മുല്ലപ്പൂ വെക്കാമെന്ന് കരുതി അതെല്ലാം ഞങ്ങൾ കയ്യിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളൊരു 11 മണിയൊക്കെ ആയപ്പോൾ 11-11:30 ആയപ്പോൾ 2 വീലറിൽ 2 പേര് വെച്ച് അങ്ങനെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. നല്ല വെയിലുള്ള സമയമാണ് സാധാരണ ഉണ്ടാവാറ്. എന്തോ ഭാഗ്യത്തിന് അന്ന് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം, വെയിൽ നല്ല കുറവായിരുന്നു. ഗുരുവായൂർ അമ്പലത്തിൽ എത്തിയപ്പോഴോ കാലെടുത്ത് വെക്കാൻ സ്ഥലമില്ല, അത്ര തിരക്കായിരുന്നു. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. ഞങ്ങൾ എന്തായാലും ഉള്ളിൽ കയറി തൊഴാൻ പറ്റുന്നുള്ള ആ ഒരു ചിന്ത ഞങ്ങൾ മനസ്സിൽ നിന്ന് തന്നെ എടുത്തു കളഞ്ഞു. കാരണം പുറത്ത് നിന്ന് തന്നെ തൊഴുത് സ്റ്റേജിലേക്ക് കയറാം, കളിയൊക്കെ കഴിഞ്ഞ് തിരക്കൊന്ന് ഒഴിയുകയാണെങ്കിൽ നമുക്ക് ഉള്ളിൽ കയറി തൊഴാമെന്നായിരുന്നു ഞങ്ങൾ പറഞ്ഞത്. പുറത്ത് നിന്ന് തൊഴുതിട്ടാണെങ്കിലും ഞങ്ങൾ അവിടെ എത്തുമ്പോൾ അവിടെ ഒരു തിരുവാതിരക്കളി നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ടെൻഷനൊന്ന് കുറഞ്ഞു. കാരണം ചെന്ന് കയറുമ്പോഴേക്കും സ്റ്റേജിൽ കയറാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നല്ല ടെൻഷൻ. അപ്പോൾ അടുത്താണ് ഞങ്ങൾ നല്ലൊരു സന്തോഷത്തിൽ കൃഷ്ണ മാധവ അംബുജലോചന കംബുശുഭഗ്രീവ അംബുജലോചന കംബുശുഭഗ്രീവ ബിംബാധര ചന്ദ്രബിംബാന. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കും ഉണ്ടായിരുന്നു കളി കാണാനായിട്ട്. എല്ലാവരും ഞങ്ങളുടെ ഡ്രസ്സിങ്ങൊക്കെ നന്നായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞതൊക്കെ കേട്ടപ്പോൾ ഞങ്ങൾക്ക് നല്ല സന്തോഷമായി. ഞങ്ങൾ ആദ്യമായിട്ടാണ് സത്യത്തിൽ തിരുവാതിരക്കളി ഈ ടീം ഇവിടെ ചെയ്യുന്നത് തന്നെ. ഗുരുവായൂരിൽ തന്നെ നമുക്ക് ഹരിശ്രീ കുറിക്കാൻ പറ്റിയെന്നുള്ളതുകൊണ്ട് അതും വലിയൊരു സന്തോഷം തന്നെയായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും നല്ല സന്തോഷത്തോടു കൂടി തന്നെ നല്ലൊരു പെർഫോമൻസ് തന്നെ കാഴ്ചവെച്ചു എന്നാണ് എല്ലാവരും അഭിപ്രായം. ഞങ്ങൾക്കും ആ ഒരു കോൺഫിഡൻസ് നന്നായിട്ടുണ്ടായിരുന്നു.
അങ്ങനെ ഞങ്ങൾ കളിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ അതിലേക്കാളേറെ സന്തോഷമായ നിമിഷങ്ങൾ അപ്പോഴായിരുന്നു. കാരണം നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റവും വെളിച്ചം പകരുന്ന രീതിയിലൊരു നിലവിളക്കും എപ്പോഴും കൂടെയുള്ള കൃഷ്ണൻ്റെ ഒരു വലിയൊരു ഫോട്ടോ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. അതോടുകൂടി സർട്ടിഫിക്കറ്റും ഉണ്ടായിരുന്നു. അതെല്ലാം ഈ സന്തോഷത്തോടെ ഞങ്ങൾ മടങ്ങി. ഞങ്ങളുടെ തിരുവാതിരക്കളി ഫുൾ വീഡിയോ ഇതിലിട്ടിട്ടില്ല. അത് ഞാൻ അടുത്ത് തന്നെ ഫുൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം.